സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വരുമാനം ടാക്സബിൾ ആണോ? ഇത്തരക്കാർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നത് വഴി കിട്ടുന്ന ഇൻകത്തെ ഇൻകം ടാക്സിൽ ബിസിനസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കിട്ടുന്ന വരുമാനം ടാക്സബിൾ ലിമിറ്റിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. ഇവിടെ പലർക്കുമുള്ളൊരു സംശയമാണ്, കോണ്ടന്റ് ക്രിയേഷൻ വഴി കിട്ടുന്ന ഫോറിൻ ഇൻകം ആണെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു? ഉത്തരം സിമ്പിൾ ആണ്. ഇൻകം ഉണ്ടാക്കുന്നയാൾ ഒരു നോർമൽ ഇന്ത്യൻ റെസിഡന്റ് ആയതുകൊണ്ടും ഇന്ത്യക്ക് അകത്ത് നിന്നിട്ടാണ് ആ ഇൻകം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ടും ആ ഇൻകം ടാക്സിന്റെ ലിമിറ്റിൽ വരുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ഇൻകം ഒരു വർഷം 1 കോടിക്ക് മുകളിലാണെങ്കിൽ തീർച്ചയായും അതൊരു സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഡിറ്റ് പ്രകാരമുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി അതല്ല, ഈ ലിമിറ്റിന് താഴെയാണ് ഒരു വർഷത്തെ ഇൻകം എങ്കിൽ 2 രീതിയിൽ ടാക്സ് കൊടുക്കാം. ഒന്ന്, ഒരു പക്ക ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ വരുമാനങ്ങളും എക്സ്പെൻസുകളും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, അത് ടാക്സബിൾ ലിമിറ്റിന് താഴെയാണോ മുകളിലാണോ എന്ന് നോക്കി ടാക്സ് ലയബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം, എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യുമ്പോൾ കൃത്യമായ പ്രൂഫുകളും ഇൻവോയ്സുകളും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഫിക്സഡ് അസറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ കൂടെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കേസിൽ കൃത്യമായ പ്രൂഫുകളും അക്കൗണ്ട്സും കീപ്പ് ചെയ്യാത്ത ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ വർഷം റിസീവ് ചെയ്തതിന്റെ 8% പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കിട്ടുന്ന എമൗണ്ട് എല്ലാം തന്നെ ബാങ്ക് ത്രൂ ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 6% ആയിരിക്കും ടാക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലോട്ട് വരുന്നത്.